എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രാവൽ വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു ലാലേട്ടൻ്റെ ഒരു കട്ട ആരാധികയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മെർലിൻ സൂസൻ ബാബു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാർക്ക് പോലും ഒരു പക്ഷേ മെർലിനെ അത്ര പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ മെർലിൻ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും അറിയാം. അങ്ങനെ ലാലേട്ടനെ സ്വന്തം ചങ്കിടുപ്പായി കൊണ്ടു കിടക്കുന്ന ഒരു കട്ട ആരാധികയാണ് മെർലിൻ ലാലേട്ടൻ. അപ്പം മെർലിൻ ലാലേട്ടനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, ഇത് പുതിയ റേവിംഗ് ഗ്ലാസ് ആണോ? അതെ, ഇതിന്റെ പുത്തൻ റേവിംഗ് ഗ്ലാസ്. ഓ, അത് ശരി. അപ്പോൾ ഈ ലാലേട്ടൻ്റെ സിനിമകളോട് ഒരു ഇത്രയും ആരാധന തോന്നാൻ കാരണം എന്താണ്? ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് ലാലേട്ടൻ്റെ സിനിമകളാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ കണ്ട് ഒരു ഭ്രാന്തമായ ഒരു ഇഷ്ടം അങ്ങനെ ആയി പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് മെർലിൻ ലാലേട്ടൻ എന്ന് പേര് ചേർത്തത്? നമുക്ക് മെർലിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സ്പടികമാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഏറ്റവും ഇമോഷണലായിട്ട് തോന്നിയ ഒരു സിനിമയാണ് തന്മാത്ര. എന്തുകൊണ്ടാണ് അത്രയും? കാരണം ലാലേട്ടൻ അതിനകത്ത് അഭിനയിച്ചു അതിഗംഭീരമായിട്ട്, പക്ഷെ അതിനകത്ത് അഭിനയിക്കേണ്ടെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരിതാ ലാസ്റ്റിലത്തെ ആ ക്ലൈമാക്സ് ഉൾപ്പെടെ. അല്ല, അങ്ങനെ തോന്നിയെങ്കിൽ അതൊരു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു കഴിവല്ലേ? ആ രീതിയിൽ കാണുന്നതിന് പകരം അങ്ങനെ അഭിനയിക്കേണ്ടായിരുന്നു, ഒരു നല്ലൊരു കഥാപാത്രം അതിന് കിട്ടിയെന്ന്, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായി എന്ന് കരുതല്ലേ വേണ്ടത്? അതെ, അത് ഉറപ്പായിട്ട് കാണുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ അത് കാണുമ്പോൾ ഒരു വിഷമം. പക്ഷേ അദ്ദേഹത്തിന് മാത്രമേ ആ സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ലാലേട്ടനെ പെട്ടെന്നൊരവസരത്തിൽ കാണാൻ പറ്റുവാണെങ്കിൽ എന്ത് ചോദിക്കും? എന്ത് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറ എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഉറപ്പായിട്ട് ലാലേട്ടനോട് അനുവാദം ചോദിച്ചിട്ടേ ഉള്ളൂ, എങ്കിലും ചോദിക്കും. ഇപ്പോഴത്തെ വലിയൊരു ആഗ്രഹം ലാലേട്ടനെ കാണണം, സംസാരിക്കണം. ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചാലും മതി, പക്ഷെ സംസാരിക്കണം. പിന്നെ അത്യാഗ്രഹമാ എന്നറിയാം, പക്ഷെ എങ്കിലും എൻ്റെ ഒരു പേരിനോട് കൂട്ടിച്ചേർത്തൊരു പേരാണ് ലാലേട്ടൻ എന്നുള്ളത്. എന്നെ മെർലിൻ ലാലേട്ടൻ എന്നൊന്ന് വിളിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ മെർലിൻ ലാലേട്ടൻ എന്ന് ഒരിക്കലെങ്കിലും ലാലേട്ടൻ വിളിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അങ്ങനെ നടക്കട്ടെ. ഇപ്പം ലാലേട്ടൻ്റെ സ്വന്തം ജില്ലക്കാരി തന്നെയാണ്, കോന്നിയിലാണ് വീട്. ഇലന്തൂര് ലാലേട്ടൻ ജനിച്ചു വളർന്ന വീട്ടിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ 2 തവണയോളം പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. ലാലേട്ടൻ നേരത്തെയൊക്കെ അവിടെ വരുമായിരുന്നു, പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് വരാറില്ല. മെർലിൻ ലാലേട്ടൻ അതായത് ഫാൻസ് അസോസിയേഷൻ്റെ അംഗമാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? ഇപ്പം എന്തൊക്കെയാണ് പുതിയതായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ് ഇപ്പോൾ ചെയ്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അടുത്ത് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ ഇവിടുത്തെ അടുത്തുള്ളൊരു അനാഥാലയത്തിൽ പോയായിരുന്നു. അവിടുത്തെ അമ്മമാരെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. അവർക്ക് വേണ്ട കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള സഹായങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യുന്നുണ്ട്. പരിമിതികളുണ്ട് എല്ലാവർക്കും, എങ്കിൽ പോലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്തെങ്കിലും അഭിനന്ദനത്തിനോ എന്തെങ്കിലും കാര്യത്തിനോട് വിളിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും. ലാലേട്ടൻ എല്ലാ കാര്യത്തിലും മോഹൻലാൽ ഫാൻസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞങ്ങളെ കാണുന്നത്. ഒരു അനിയത്തിമാർ എന്നുള്ളൊരു സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. എന്ത് കാര്യത്തിനുണ്ടെങ്കിലും അനിൽചേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും
സംഘടനയുമായിട്ട് ഭയങ്കര രീതി അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫാൻസ് ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള കൂട്ടുകാരെ പറ്റി, പ്രവർത്തകരെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തന്നെയാണ്. ഞങ്ങളുടെ ഫാൻസിലല്ല, യൂണിറ്റിൽ പോലും ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അത് എല്ലാവരും ചിലപ്പോൾ പൊതുവെ കാണുന്ന അവർക്ക് ഒരു കുറവായിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഒരിക്കലും അതൊരു കുറവായിട്ട് തോന്നുന്നില്ല, അഭിമാനമായിട്ടേ തോന്നുള്ളൂ. അതിനകത്ത് നിൽക്കുക, പ്രവർത്തിക്കുക, അവരോടുമായിട്ടൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. പിന്നെ കൂടെ ഉള്ളവരൊക്കെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, എന്നെക്കാട്ടി മുതിർന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും സഹകരിച്ച് പോകുന്നവരാണ്. വീട്ടിൽ നിന്ന് എതിർപ്പുകളൊക്കെ വരുന്നുണ്ടോ? വീട്ടിൽ നിന്ന് എതിർപ്പുകൾ പൊതുവെ ഉണ്ടായിരിക്കുമല്ലോ, കാരണം ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു പേടി കൊണ്ട് അവർക്കുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും അവർക്കും കുറേ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഇതൊരു വെറൊരു ആരാധന കൊണ്ട് മാത്രമല്ല, ഇവർ ചുമ്മാതിങ്ങനെ ലാലേട്ടൻ അല്ലെങ്കിൽ ഒരു ഫാൻസ് എന്ന രീതിയിൽ നടക്കുകയല്ല. അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ കുറച്ചെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. അതുപോലെ ലാലേട്ടൻ്റെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടൊരു സിനിമ ഏതാണ്? ചിത്രം. അതെന്താ കാര്യം എന്ന് പറയാം? റൊമാൻറ്റിക് മൂവിയാണ്. അതിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ആ കള്ളച്ചിരിയും ഒരു എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ലാലേട്ടനെ ഇപ്പം ഏത് ലാലേട്ടൻ ഫാനും അദ്ദേഹത്തെ ഒന്ന് കാണുന്ന ആഗ്രഹം കാണുമല്ലോ. ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ട ഒരു സമയാനുഭവം എന്ന് പറയാമോ? ലാലേട്ടൻ ഞാനൊരു ഏകദേശം ഒരു 5-6 തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എങ്കിൽ പോലും അടുത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. ഒരു ഓഡിയോ ലോഞ്ചിന് വന്ന സമയത്താണ് കാണുന്നത്. പിന്നെ ഇനോഗ്രേഷൻ അങ്ങനെ പല പരിപാടിക്കും വരുമ്പോഴും പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. ദൂരെ നിന്നാലും ഒരു നോക്ക് കാണണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ബിഗ് സ്ക്രീനിൽ എപ്പോഴും ഇതുവരെ കണ്ടിരുന്ന ആളെ പെട്ടെന്ന് നമ്മൾ നേരിൽ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ, നേരിൽ കാണുന്ന അന്നേരത്തെ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ കൈയും കാലും വിറയ്ക്കുക, ഭയങ്കര പരവേശം, ദാഹം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ലാലേട്ടൻ്റെ പല സിനിമകളിൽ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായിക ഏതാണ്? കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ശോഭന ലാലേട്ടൻ കോംബോയാണ്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ മഞ്ജു ചേച്ചി ലാലേട്ടൻ, അതാണ് ഒരു ഓൾമോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അത് രണ്ടുമാണ്. ഇപ്പോൾ ഒരു കട്ട ലാലേട്ടൻ ഫാനാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? അപ്പം എനിക്കാണെങ്കിൽ സൈന്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ കാണാറുണ്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും. പക്ഷെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ലാലേട്ടനോട് തന്നെയാണ്. ഇപ്പൊ ഈ പേര് കൂടെ തന്നെ ലാലേട്ടനും ചേർത്ത് പിന്നെ കൂട്ടുകാരെ കളിയാക്കാറുണ്ടോ? അതുപോലെ തന്നെ കൂട്ടുകാരെ അംഗീകരിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്കങ്ങനെ കൂടുതലും കളിയാക്കലുകൾ ഉണ്ടായിട്ടില്ല. കൂടുതലും പലർക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ലാലേട്ടൻ എന്നുള്ള പേരിട്ടത്. അപ്പം ഞാൻ പരമാവധി എല്ലാവരും പറയാറുണ്ട് എന്തുകൊണ്ടാണ്. പലരും ചോദിക്കാറില്ല, അവർക്ക് അറിയാവുന്നത് കൊണ്ട്. എൻ്റെ ഫുൾ ഒഫീഷ്യൽ പേര് തന്നെ എല്ലാത്തിലും, ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എല്ലാത്തിലും മെർലിൻ ലാലേട്ടൻ എന്ന് തന്നെയാണ്. ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഇപ്പൊ വണ്ടിയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ചങ്കിടിപ്പാണ് ലാലേട്ടൻ എഴുതിയിട്ടുണ്ട്. ആരാധന കൊണ്ട് സ്വന്തം പേരിനോടൊപ്പം ചേർക്കണമെന്ന് തോന്നി, അങ്ങനെ ചേർത്തു. മെർലിൻ്റെ പേജുകളിലൊക്കെ ഇപ്പം മഞ്ജു വാര്യരുമായിട്ടുള്ള അങ്ങനെ പല ആക്ടേഴ്സുമായിട്ടുള്ള പടങ്ങളുണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഉള്ള ഒരു ആരാധനയുടെ കാര്യം ഒരു അടുപ്പൊക്കെ പറയാം. ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പലതവണയും കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ചേച്ചിയുമായിട്ട് അടുത്തപ്പോഴാണ് കൂടുതലും ചേച്ചിയെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത്. ചേച്ചി നമ്മളെല്ലാവരും മഞ്ജു വാര്യരെ കണ്ടെന്ന് പറഞ്ഞപ്പം മഞ്ജു വാര്യർ പക്ഷേ പേര് ചോദിച്ചപ്പം മെർലിൻ ലാലേട്ടൻ എന്നാണോ പറഞ്ഞത്? അങ്ങനെല്ലാം പറഞ്ഞിരുന്നത്. ഞാൻ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫാൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേച്ചിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലൊരു സംഭവം കൊടുത്തായിരുന്നു. അതിനകത്ത് എൻ്റെ പേര് പോലും ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെർലിൻ ലാലേട്ടൻ എന്നാണ്. ഇപ്പോൾ ലാലേട്ടനെ ഒരു ദിവസം കാണാൻ വല്ലതും പോയിട്ട് അദ്ദേഹത്തെ കാണാതെ ഇരിക്കാൻ പറ്റി, അങ്ങനെ ഒരു അവസ്ഥ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ലാലേട്ടനെ കാണാതെ പോരാൻ പറ്റിയിട്ടില്ല, കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരു തവണ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് എസ് ഭാരത് എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് അവിടെ വരെ പോയി ലാലേട്ടനെ കണ്ട് തിരിച്ചു വരുന്ന വഴി ഒരു നോക്കിങ്ങനെ കാണണം, ദൂരെ നിന്ന് കാണണമെന്ന് വിചാരിച്ച് ആഗ്രഹത്തിൽ പോയാൽ ഞാൻ ആ തെള്ളിനിടയ്ക്കൊക്കെ ഇടിച്ച് കയറി സെക്യൂരിറ്റിയെ വരെ അവരെ വരെ കളിപ്പിച്ചിട്ട് അകത്ത് കയറി ഞാൻ കണ്ടു. പക്ഷെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല.
തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയായിരുന്നു. പക്ഷേ എങ്കിലും ആ ഒരു വേദനയൊന്നും എനിക്ക് വേദനയല്ല. ലാലേട്ടനെ കണ്ടല്ലോ, ദൂരെ നിന്ന് കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അതങ്ങ് പോയി. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോടൊപ്പം വന്ന് നിന്ന് സംസാരിക്കാനൊക്കെ താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.